ഇമ്മോഡൽ വീടുകൾ പാലായി മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ. കാരണം ഇതുപോലെ റൂഫൊക്കെ ചെയ്ത് ഇതുപോലെ തേക്കിൻ തടിയൊക്കെ ഇട്ട് പണിത് ഇതുപോലെ കേരള സ്റ്റൈലിലുള്ള വീടുകൾ പാലായിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പറയുന്നതല്ല, മറ്റു പലരും പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ കോട്ടയം ജില്ലയുടെ ഏകദേശം എല്ലാ സൈഡിലൂടെയും പോകാറുണ്ട്, ഇടയ്ക്കൊക്കെ എറണാകുളം ജില്ലയിലേക്കും പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള വീടുകൾ ഞാൻ കണ്ടിട്ടില്ല അധികം. കാരണം ഇത് പാലാ സ്റ്റൈൽ എന്ന് തന്നെ പറയാം, കാരണം റൂഫ് ചെയ്ത മോഡൽ വീടുകൾ എന്നുള്ളത് തന്നെ. അപ്പോൾ അങ്ങനെ കേരള സ്റ്റൈലിൽ പണി കഴിപ്പിക്കപ്പെട്ട് 11.5 സെന്റ് സ്ഥലത്തില് കിണർ വെള്ള സൗകര്യത്തോടുകൂടി വെള്ളം കയറാത്ത മേഖലയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന 1,05,00,000 രൂപ ചോദിക്കുന്ന നെഗോഷ്യബിൾ ആയിട്ടുള്ള നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇതാ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് ഞാൻ വരുന്നത്. അപ്പോൾ 4 ബെഡ്റൂമാണ്, 4 അറ്റാച്ച്ഡ് ആണ്, 2200 സ്ക്വയർ ഫീറ്റ് ആണ്. ലോൺ വേണ്ടവർക്ക് ലോൺ ലഭിക്കുന്നതാണ്. കാരണം ലീഗലി എല്ലാം പക്കയാ. 16 ബാങ്കിന്റെ ലീഗൽ നോക്കുന്ന അഡ്വക്കേറ്റിനെ കൊണ്ട് ലീഗൽ നോക്കിച്ചിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആ ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്യുവാണെങ്കിൽ പിന്നെ ലാസ്റ്റ് മറന്നു പോകാതിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമന്റുകൾ നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഫാമിലിയുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ വീട് ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല, നിങ്ങളുടെ ചിലപ്പോൾ ഏറ്റവും അടുത്തൊരു കസിൻസ് ആയിരിക്കും ഒരു വീട് അന്വേഷിക്കുന്നത്. അവർ വീട് അന്വേഷിക്കുന്നുണ്ടോ എന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഇതുപോലെയുള്ള വീഡിയോകൾ ഉപകാരപ്പെടുന്നതാണ്. നല്ല പ്രോപ്പർട്ടികൾ 100% വിശ്വസ്തയോടുകൂടി സ്വന്തമാക്കുവാൻ അവർക്ക് ഉപകരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഏറ്റവും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഈരാറ്റുപേട്ട പാലാ റൂട്ടിൽ ഭരണങ്ങാനത്തിന് സമീപത്തായിട്ട് ഏറ്റവും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും നല്ല അടിപൊളി വീടിൻ്റെ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുക. ഇത് നല്ലൊരു 3-4 വീടുകളുടെ ഒരു കോമ്പൗണ്ട് മാത്രമാണ്. അപ്പോൾ ആ കോമ്പൗണ്ടിനകത്തേക്ക്, ഇതൊരു കോമ്പൗണ്ട് എന്ന് പറയത്തില്ല, റെസിഡൻഷ്യൽ ഹൗസ് പ്ലോട്ടുകളായിട്ട് തിരിച്ച് സ്ഥലമായിട്ട് വിറ്റുപോയ സ്ഥലങ്ങളുടെ നല്ല ഒരു കോമ്പൗണ്ടാണ്. അവിടെ 11.5 സെൻറ്റ് സ്ഥലത്തിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് നല്ല ഒരു 2200 സ്ക്വയർ ഫീറ്റിൽ നല്ല പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക. ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിരിക്കുന്ന മുറ്റത്തേക്ക് നമ്മൾ കയറി കാറ് കയറി തിരിക്കേണ്ട ഭാഗത്ത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് കാർ പോർച്ചിൽ വലിയ വാഹനങ്ങൾ കയറ്റിയിടാൻ വലിപ്പമുള്ള കാർ പോർച്ച്, അതുപോലെ തന്നെ നല്ലൊരു സിറ്റ് ഔട്ട്, മുറ്റത്ത് ഏത് വാഹനവും കയറ്റി തിരിക്കാവുന്ന രീതിയിൽ വലിപ്പമുള്ള മുറ്റമുണ്ട്. അത് നല്ല മുറ്റം, നല്ല ചരലാണ് വിരിച്ചിരിക്കുന്നത്. സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ആ ഗാർഡനിങ് ആണെങ്കിലും അതിമനോഹരമായ ഗാർഡനിങ് ആണ് ചെയ്തിരിക്കുക. ഈ സൈഡിലേക്ക് ഇനി വീടുകളൊന്നും വരുന്നതല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഒരു ഓപ്പണിങ് എപ്പോഴും നമുക്കുണ്ട്. ഇവിടെ ഒരു സിറ്റ് ഔട്ട് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുക, ഒരു സ്റ്റഡി റൂം പോലെ. അത് നമുക്ക് വീടിനകത്തെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. നേരെ ബാക്ക് സൈഡിലേക്ക് വന്നു. ഇവിടെ ഒരു അലക്കുകല്ല്, ഗ്യാസ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ്, ഗ്യാസിൻ്റെ സിലിണ്ടർ വെക്കുവാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കിണറുണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ വെള്ളമുണ്ട്. ഇത് രണ്ടുമാണ് ഈ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്നുണ്ട് ഇവിടെ. കിണർ നെറ്റടിച്ച് മൂടിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ വെള്ളവുമുണ്ട്. പൈപ്പ് ലൈൻ വെള്ളം അതുപോലെ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ റൂഫ് വർക്കിനകത്തേക്ക് കയറുകയാണ്, മുകളിലേക്ക് നിന്ന് കയറുകയാണ്. നല്ല റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന അതിമനോഹരമായ രീതിയിൽ തന്നെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിനൊപ്പം സൗകര്യം മുകളിൽ കിട്ടാവുന്ന രീതിയിൽ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഗംഭീരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇവിടെ. നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ആണ്, അതുപോലെ വാട്ടർ ടാങ്ക് മുകളിലേക്ക് പൊക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബാക്ക് സൈഡിൽ കിച്ചൻ്റെ സൈഡിലേക്ക് വന്നു. കിച്ചൻ്റെ സൈഡിൽ നമ്മൾ ഇതുണ്ട്, തടികളെല്ലാം തേക്കാണ്, അതായത് ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ്. നമ്മുടെ മുറ്റം വീണ്ടും നമ്മൾ കാണുകയാണ്. നല്ല വലിപ്പമുള്ള നല്ല മുറ്റമാണ്. ഒരു 3-4 വണ്ടികൾ കയറ്റിയിടാൻ പാകത്തിന് വലിപ്പമുള്ള ഒരു മുറ്റം. ഓപ്പോസിറ്റ് സൈഡിലൊരു വീടുണ്ട്, അവിടെ താമസമുള്ള വീടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണുകയാണ്.
കേരള തനിമ ഏറ്റവും ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും ക്വാളിറ്റിയോടുകൂടി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട്. ഡോറുകളെല്ലാം തേക്കാണ്, അതുപോലെ തന്നെ ജനൽപ്പാളികളെല്ലാം തേക്കാണ്. ഇവിടെ നമ്മുടെ ഫ്രണ്ട് ജനൽപ്പാളിയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ തേക്ക് പാനൽ ചെയ്തിരിക്കുന്ന കട്ടളയും തേക്കിൻ തടി കൊണ്ടുള്ള ഡോറുമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ അകത്തേക്ക് കയറി നല്ലൊരു സ്വീകരണ മുറി, അവിടെ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ, വാമും വൈറ്റും മാത്രം കളർ കോഡ് കൊടുത്തുകൊണ്ടുള്ള നല്ല ഇൻറ്റീരിയർ വർക്കുകൾ. ഇവിടെ നമ്മൾ നേരെ നോക്കുമ്പോൾ ഒരു രൂപക്കോടിൻ്റെ ഒരു പോയിൻ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ കയറുക. ഇത് നല്ലൊരു പാർട്ടീഷൻ വർക്കാണ്. അവിടുന്ന് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് കയറുന്നു. ഡൈനിങ് ഹാളിൽ നമ്മുടെ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്. അതുപോലെ ഡൈനിങ് ഹാൾ കം ഫാമിലി ലിവിങ് എന്നുദ്ദേശിച്ചാണ്. ഈ സൈഡിലാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുക. TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. നമുക്കിവിടെ സോഫ സെറ്റൊക്കെ ഇട്ടിരുന്ന് ഇവിടെ ഇരുന്ന് TV കാണാം. ഓപ്പൺ ഡൈനിങ് ടേബിളും ആഡ് ചെയ്യാൻ മാത്രം വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്. ഇവിടെ നമ്മൾ ഒരു കോർണർ വിൻഡോ ആണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇവിടെ നല്ലൊരു കോർണർ വിൻഡോ തന്നെ, നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കയറി ഇറങ്ങാവുന്ന രീതിയിൽ. അവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിലേക്ക് ഇറങ്ങി. ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ്, തടി കൊണ്ടുള്ള കബോർഡ്, തേക്കൻ തടി കൊണ്ടുള്ള കബോർഡുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. അങ്ങ് ടോപ്പ് വരെയും ടൈലൊട്ടിച്ചിട്ടുണ്ട്. ടോപ്പ് വരെ ടൈലൊട്ടിച്ചിരിക്കുന്ന നല്ല ഗ്രാൻഡായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല ടൈല് വർക്കുകളാണ്. അതുപോലെ തന്നെ ഷവർ, ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് ആണ്. സൊമനി എന്ന കമ്പനിയുടെയാണ്. 10 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ് ക്ലോസറ്റൊക്കെ. അതുപോലെ തന്നെ പൈപ്പുകൾ എല്ലാം വലിയ കമ്പനികൾ തന്നെയാണ്. ഇവിടെ നമ്മുടെ അടുത്ത ഒരു ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ മൊത്തത്തിലുള്ളൊരു വലിപ്പം. നമ്മൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡൈനിങ് ഹാൾ കം ഫാമിലി ലിവിങ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ വലിപ്പമുള്ള ഡൈനിങ് ഹാൾ ആയതുകൊണ്ട് തന്നെയാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചു. രണ്ടാമത്തെ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അവിടെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതിന് സമീപത്ത് തന്നെയാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോയ്ലറ്റുകളിൽ ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിലാണ് പ്ലംബിങ് ചെയ്തിരിക്കുക. ഇവിടെ ഇതാണ് ഈ ബെഡ്റൂമിലെ ടോയ്ലറ്റിൻ്റെ ടൈല് വർക്കുകൾ. 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ആണ്. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റിലെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ നമ്മൾ പറഞ്ഞു. അതുതന്നെ കിച്ചണിലും കൊടുത്തിട്ടുണ്ട്. V-ഗാർഡിൻ്റെ സോളാർ വാട്ടർ ഹീറ്റർ വാങ്ങുവാനായിട്ട് ഒരു 25,000 തൊട്ട് 30,000 രൂപ വരെയാണ് വില. അത് ഓരോ കമ്പനിക്കും ഓരോ വിലയാണ്. അപ്പോൾ അങ്ങനെ ഒരു സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോയ്ലറ്റുകളിലും കിച്ചണിലും ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിലാണ് പ്ലംബിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് ഭരണങ്ങാനം ടൗണിനടുത്ത് തന്നെയാണ്. ഭരണങ്ങാനം ടൗണിൽ നിന്നും ഏകദേശം പാലാ ഈരാറ്റുപേട്ട ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു 300-350 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്തൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുക. വാഷ് ഏരിയ നല്ലൊരു ഗ്രാൻഡായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വാഷ് ഏരിയയാണ്. നമ്മൾ കിച്ചണിലേക്കാണ് കയറിയത്. കിച്ചൻ്റെ ദൃശ്യങ്ങൾ നല്ല തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക. പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തം കബോർഡുകൾ ചെയ്ത് നല്ല ഒരു ഗ്രാൻഡായിട്ട് തന്നെ നാനോ വൈറ്റാണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുക. ഭരണങ്ങാനം പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഷോർട്ട് കട്ട് വഴിയുണ്ട്. ഷോർട്ട് കട്ട് വഴിയെ പോവുകയാണെങ്കിൽ ഒരു 600-700 മീറ്റർ ദൂരം മാത്രമാണ് ഭരണങ്ങാനം പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ളത്. വീണ്ടും നമ്മൾ കടകളിലേക്ക് ഷോപ്പുകളിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 350 മീറ്റർ ദൂരം മാത്രമാണ്. ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനും അതേ ദൂരം തന്നെ.
നല്ല വീതിയുള്ള റോഡ് തന്നെ നമ്മൾ കടന്ന് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ വീടുകളിലേക്കുള്ള ഒരു വഴി പഞ്ചായത്ത് റോഡാണ്. ഒരു 50 മീറ്റർ ദൂരം മാത്രമാണ് പഞ്ചായത്ത് റോഡ്. ബാക്കിയെല്ലാം PWD റോഡ് തന്നെയാണ് ഈ വീട്ടിലേക്ക് വരേണ്ടത്. അപ്പോൾ വീതിയുള്ള റോഡേ തന്നെ നമുക്ക് വീട്ടിലേക്ക് വന്ന് കയറാവുന്നതാണ്. നമ്മളിപ്പോൾ വന്ന് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് ടൈലൊക്കെ ആണെങ്കിലും കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്ന നല്ല ടൈലാണ്. ഇതാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്, കിച്ചണിൽ നിന്ന് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ്. ഈ ഡോറ് ഡബിൾ പാളി ഡോറാണ്. മുകളിലും താഴെയുമായിട്ട് 2 പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലതാണ്, നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറി ഇറങ്ങുവാനും, അപ്പം വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സേഫായിട്ട് നിൽക്കുവാനൊക്കെ ആയിട്ട്, അതായത് താഴത്തെ ഡോറ് തുറക്കാതിരിക്കുകയാണെങ്കിൽ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എല്ലാം സെക്യൂറാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഒരു ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ളത്. ഇവിടുന്ന് ഭരണങ്ങാനം ടൗണിലേക്ക് ഒരു 700 മീറ്റർ ദൂരം മാത്രമായിരിക്കും. നമ്മൾ വന്ന് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് കയറിയത്. ഇവിടെയും എല്ലാ ബെഡ്റൂമും പോലെ തന്നെ നല്ല ടൈല് വർക്കുകൾ, ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ. എല്ലാ ബെഡ്റൂമിലും ഇലക്ട്രിക് ഫിറ്റിങ്സ്, ഒരു ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ഫാൻസി ലൈറ്റ്, ഒരു ഫാന്, ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുക. അതുപോലെ AC പോയിൻ്റ്, ഇത്രയാണ് കൊടുത്തിരിക്കുക. ഉപയോഗിച്ചിരിക്കുന്ന വയറിംഗ് മെറ്റീരിയലുകളെല്ലാം V-ഗാർഡാണ്. അതുപോലെ തന്നെ വയറുകളെല്ലാം V-ഗാർഡാണ്. അതുപോലെ തന്നെ സ്വിച്ചുകളൊക്കെ ആണെങ്കിലും എല്ലാം ബ്രാൻഡഡാണ്. ബാത്റൂം ഫിറ്റിങ്സുകൾ ബ്രാൻഡഡാണ്. ഇതെല്ലാം ലോക്കൽ മാർക്കറ്റിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫിറ്റിങ്സുകളൊക്കെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന്, അതായത് പാലായിൽ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ, ലോക്കൽ മാർക്കറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് തൊട്ടടുത്തുള്ള മാർക്കറ്റ് എന്നാണ്. ഇവിടുന്ന് പാലായിൽ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കുന്നവർക്ക് എന്തെങ്കിലും സാധനത്തിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ, ബൾബുകൾക്കൊക്കെ ആണെങ്കിൽ 1 വർഷം ഫാനിനൊക്കെ ആണെങ്കിലും ഗ്യാരൻറ്റി ഉള്ളതാണ്. അപ്പോൾ ഗ്യാരൻറ്റിയോടുകൂടി നിങ്ങൾക്ക് ആ ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി മാറാൻ പറ്റും. എറണാകുളം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ദൂരെ നിന്നൊക്കെ സാധനങ്ങളെടുത്ത് വീടുകൾ പണിത് കഴിഞ്ഞാൽ ഇത് ഒരു ട്യൂബ് പോയി എന്ന് വിചാരിച്ച് നമുക്ക് അതുമായിട്ട് എറണാകുളം വരെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ എല്ലാം ഇവിടെ അടുത്തുള്ള കടകളിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നതാണ്. നമുക്കിവിടെ 4 ബെഡ്റൂം കണ്ടു. കംപ്ലീറ്റ് റൂഫ് ചെയ്തിട്ടുണ്ട്. കിണർ വെള്ളമുണ്ട്. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ഉണ്ട്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല. അത് 3മാണ് ഈ വീടിൻ്റെ ഒരു ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പുറത്തോടെ നടന്നു പോയപ്പോൾ കണ്ടായിരുന്നു ഒരു ചെറിയൊരു കോർട്ട്യാർഡ് പോലെയോ അങ്ങനെ എന്തോ ചെയ്തിരിക്കുന്നത്, ഒരു സ്റ്റഡി റൂം എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങുവാനായിട്ടുള്ളൊരു വിൻഡോയാണിത്. ഈ വിൻഡോ വഴി ഇറങ്ങി നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങി നമുക്ക് നേരെ ഈ സിറ്റ് ഔട്ടായിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു സ്റ്റഡി റൂമായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലത്തിന് ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1,10,00,000 രൂപ, 1,05,00,000 രൂപയാണ് ചോദിക്കുക. നെഗോഷ്യബിളാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. ലീഗലി എല്ലാം പക്കയായിരിക്കുന്നതാണ്. 16 ബാങ്കിൻ്റെ ലീഗൽ നോക്കുന്ന അഡ്വക്കേറ്റ് ലീഗൽ നോക്കിയിട്ടാണ് ഈ പ്രോപ്പർട്ടി എടുത്തിരിക്കുക. അപ്പോൾ ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. പ്രൈസ് നെഗോഷ്യബിളാണ്. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.